presence of my Savior. Spirit, lead me where my trust is without borders. Let me walk upon the waters wherever you. ഷലോം ഷലോം എന്നീ പറയാൻ പോകുന്നത് നമ്മുടെ ഉപവാസം എങ്ങനെ എഫക്റ്റീവ് ആക്കി തീർക്കുക എന്നുള്ളതാണ്. നമ്മൾ ഫാസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണ നമുക്ക് പലരുടെയും സംശയം എങ്ങനെയൊക്കെ ഫാസ്റ്റ് ചെയ്യണം, മുഴുവൻ നേരം ഉപവസിക്കണോ, അല്ലെങ്കിൽ ജ്യൂസായിട്ട് കഴിക്കണോ, ചായയും കാപ്പിയും മാത്രം കഴിക്കണോ, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഫാസ്റ്റ് ചെയ്യണോ. ഫാസ്റ്റിംഗ് എപ്പോഴും നമ്മുടെ ശരീരത്തിന് നല്ലത് തന്നെയാണ്. നമ്മുടെ ശരീരത്തിന്റെ ഒരു റെസ്റ്റ് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഓർഗൻസ് എല്ലാം ഒന്ന് റിജുവനേറ്റ് ചെയ്യാനും അതിന്റെ ആ പ്രവർത്തനങ്ങളൊക്കെ ശരിയായ രീതിയിൽ ക്ലെൻസിങ് പ്രോസസ് ഒക്കെ നടക്കാനായിട്ട് സഹായകമാകുന്നത്. അതുകൊണ്ട് ആഴ്ചയിൽ ഒന്നെങ്കിലും എന്താണെങ്കിലും എല്ലാവരും ഫാസ്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് മണവാളൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അവർ ഉപവസിക്കുകയില്ല. മണവാളൻ വിട്ടുപിരിയുന്ന സമയം വരും എന്നാണ് ബൈബിളിൽ പറയുന്നത്. ആ സമയത്ത് അവർ ഉപവസിക്കും. മണവാളൻ എത്ര ദിവസമാണ് വിട്ടുപിരിഞ്ഞത്? നമ്മളെ 3 ദിവസം അല്ലേ? മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് 3-ാം ദിവസം. അപ്പൊ 3 ദിവസത്തിൽ കൂടുതൽ നമ്മൾ ഉപവസിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എങ്ങനെ ഉപവസിക്കുന്നു എന്നുള്ളതാണ്, എത്രത്തോളം ദിവസം നീ ഉപവസിക്കുന്നു എന്നുള്ളതല്ല കാര്യം, എങ്ങനെ ഉപവസിക്കുന്നു. അത് ഇപ്പൊ ചിലർ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഞാനിന്ന് ഫാസ്റ്റിങ്ങിലായിരുന്നു, അപ്പൊ നിന്നെ കണ്ടില്ലല്ലോ ഇവിടെ. ഞാൻ യാത്രയിലായിരുന്നു, ലോങ് പോയിട്ട് വരികയായിരുന്നു, ഇപ്പൊ എത്തിയേ ഉള്ളൂ, 6 മണിക്ക് തിരിച്ചെത്തി, ഉപവാസം കഴിഞ്ഞു. ഞാൻ പറഞ്ഞാൽ അങ്ങനെയല്ല ഉപവസിക്കേണ്ടത്. അല്ലെങ്കിൽ തന്നെ എന്താ പറയാ, നമ്മൾ ഗാഡ്ജറ്റ്സ് എല്ലാം വെച്ചിട്ട് അതിനിടയ്ക്ക് കൊടുക്കാവുന്ന എല്ലാ കോളും ആ ഫോണിൽ ചെയ്തിട്ടുണ്ടാവും. ഒരു ദിവസമാണ് ഉപവസിക്കുന്നതെങ്കിൽ ആ ദിവസത്തിൽ പല പ്രാവശ്യം നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അത്യാവശ്യമുള്ള ഫോണാണ്, ഓക്കെ, അത്യാവശ്യമുള്ള ഫോണാണെങ്കിൽ നീ അവരോട് സംസാരിക്കുക. ഞാനിപ്പോ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ഇന്ന സമയം വരെ ഞാൻ ഫ്രീ അല്ല. എല്ലാവരെയും കുട്ടിഘോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉപവസിക്കുകയാണെന്നുള്ളത്. നീ പ്രാർത്ഥിക്കുന്നത് ആരും അറിയേണ്ട ആവശ്യമില്ല. അത് എല്ലാ ഗാഡ്ജറ്റ്സ് എല്ലാം ഓഫ് ചെയ്ത് വെക്കുക, സൈലൻസിലിടുക, മുറി അടയ്ക്കുക, അതിൻ്റെ അകത്തിരുന്ന് നീയും ദൈവവും മാത്രം കാണാൻ പാടുള്ളൂ. ആ സമയത്ത് നമ്മുടെ മുഖമെല്ലാം വികൃതമാക്കി ഞാൻ ഉപവസിക്കുകയാണെന്ന് എല്ലാവരെയും കൊട്ടിഘോഷിച്ച് അറിയിക്കുന്ന എല്ലാം പരീക്ഷന്മാരാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതുകൊണ്ട് പ്രതിഫലമില്ല. നീയും ദൈവം നിന്റെ ദൈവമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ വലിയ എന്താ പറയുക, ഒരു രാജ്ഞിയോ അല്ലെങ്കിൽ രാജാവിനെയോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോഡിജിയെ കാണാൻ പോകുമ്പോൾ നമ്മൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമോ? ഒരിക്കലും നോക്കിക്കൊണ്ടിരിക്കില്ല. അതെല്ലാം മാറ്റി വെച്ചിട്ടല്ലേ, അല്ലെങ്കിൽ സൈലൻസിൽ ഇട്ടിട്ട് നമ്മളൊരു VIP കാണാൻ നിൽക്കുമ്പോൾ അങ്ങനെയല്ലേ. അപ്പോൾ അതിനേക്കാൾ എത്രയോ വലിയ VIP ആണ് നമ്മുടെ രാജാതിരാജനായ നമ്മുടെ യേശു. യേശുവുമായിട്ടുള്ള സംസാരത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങോട്ട് സംസാരിക്കുന്നത് മാത്രമല്ല, പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് സംസാരിക്കുന്നത് നിനക്ക് കേൾക്കണ്ടേ. അപ്പൊ ഈ മറ്റ് ഇതിലേക്കെല്ലാം ഡിസ്ട്രാക്റ്റഡ് ആവുന്ന എല്ലാം മാറ്റി വെച്ചിട്ട് വേണം നീ ഉപവസിക്കുക. അപ്പൊ എങ്ങനെ ഉപവസിക്കുന്നു, എത്രത്തോളം ഉപവസിക്കുന്നു എന്നല്ല, എന്തെല്ലാം കഴിക്കുന്നു, അതിനിടയ്ക്ക് എന്തെല്ലാം ചെയ്യുന്നു എന്നല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് പച്ചവെള്ളം മാത്രം അല്ലെങ്കിൽ വെള്ളം മാത്രം കുടിച്ചിട്ട് നീ ഉപവസിക്കുന്നതാണ്. അത് രാവിലെ മോർണിംഗ് 6 to ഈവനിങ് 6 വരെയെങ്കിലും എടുക്കുന്നത് നല്ലതാണ്. ആ സമയത്ത് വേറെ ഒരു കാര്യങ്ങളും ഏർപ്പെടാൻ പാടില്ല. എല്ലാം മാറ്റി വെച്ച് നീ ദൈവമായിട്ട് സംസാരിക്കുക. അതാണ് ഉപവാസം. ദൈവത്തോട് കൂടിയിരിക്കുക എന്നുള്ളതാണ് ഉപവസിക്കുക എന്നുള്ളതിന്റെ അർത്ഥം.